ചക്കരാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വടക്കൻ സ്റ്റൈൽ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ കൂടെ, മുഴുവൻ ഉലുവ കൂടെ ചേർക്കാം. എണ്ണ ചൂടാ അതിൽ കടുക് പൊട്ടുന്നുണ്ട്. അതിൽ കൂടെ കുറച്ച് ഉലുവ കൂടെ ചേർക്കാം. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചച്ചുവ മാറുമ്പോൾ ഒരു 10-12 ചെറിയ ഉള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് ഇളക്കുക. ഇതെല്ലാം ചതച്ചെടുത്തതാണ്. ചതച്ചെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. അതിൻ്റെ ചോതെല്ലാം ഇറങ്ങി വരും. അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ഇട്ട് കൊടുക്കാം. ഏകദേശം എല്ലാം മൂത്ത് വന്നിട്ട് അധികം അങ്ങ് മൂത്ത് പോകണ്ട, ഒരു പാകത്തിന്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. പിരിയൻ മുളകിൻ്റെ പൊടി അതാണ് ഇട്ടിട്ടുള്ളത്. മല്ലിപ്പൊടിയൊന്നും ഇതിന് ആവശ്യമില്ല. ഇത് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടി കൂടെ 1 സ്പൂൺ ചേർക്കാം. അധികം എരിവ് വേണ്ടാത്തത് കാരണം ഈ മുളകാണ് ചേർത്തിട്ടുള്ളത്. നല്ലവണ്ണം ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. മണമെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പുളി, കുടംപുളി കൂടെ ചേർക്കാം. ഞാനൊരു 2-3 പീസ് കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്, കഴുകി. അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചേർത്തൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. കറി നല്ല കൊഴുത്ത ഗ്രേവിയായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം മതി. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കും. ഞാൻ കുറച്ച് ഗ്രേവി ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തത്. ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണം ഇടാം. ഞാനിന്നൊരു ചൂരയാണ് കറി വയ്ക്കുന്നത്. അത് ഒരു ചെറിയൊരു ചൂര, അതിൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് നല്ല തിളച്ച് വരട്ടെ. നമ്മുടെ മീൻ കറി എല്ലാം നല്ലവണ്ണം വെന്ത് തിളച്ച് നല്ല എണ്ണയെല്ലാം ഊറി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഒരു പിഞ്ച്
ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ മുഴുവൻ ഉഴുന്നിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ചാറെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവും പുളിയും എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത്, എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.